2021 മെയ് മാസം അവസാന രക്ഷയ്ക്ക് വേണ്ടി ഞാൻ കുഞ്ഞിനെയും കൂടെ ആസ്റ്റർ മെഡിസിറ്റിയിൽ വരികയും സർജനെ കാണുകയും അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞത് എന്നെ അടുത്ത റൂമിലേക്ക് വിട്ടിട്ട് ഒരു ചാർട്ട് എടുത്ത് തരികയാണ് ചെയ്തത്. മെയ് മാസം 10-ാം തീയതി അഡ്മിറ്റ് ആകുകയും 2 ഓപ്പറേഷൻ നടത്തുകയും ചെയ്തു. 2 ഓപ്പറേഷനും കൂടി വലിയ ഒരു സംഖ്യയും എന്നോട് പറഞ്ഞു. വളരെ പെട്ടെന്ന് ഈ ഓപ്പറേഷൻ എന്ന് പറഞ്ഞപ്പോൾ 6 കുഞ്ഞിൻ്റെ പല്ലുകളൊക്കെ പുഴുപ്പല്ലായിരുന്നു. 6 പല്ലുകൾ കീറിയെടുത്തതിന് ശേഷമേ ഓപ്പറേഷൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുകയും ആ ദിവസങ്ങളിൽ ഒറ്റ ദിവസം തന്നെ 4 പല്ല് കീറിയെടുത്തു. പച്ചയ്ക്ക് കുത്തിവെച്ച് കീറിയെടുത്തതിൻ്റെ വേദനയെല്ലാം കൂടി ഓപ്പറേഷൻ 2 കേട്ട് കുഞ്ഞ് വല്ലാതെ ഭയപ്പെട്ടു. കുഞ്ഞിനോട് ഇത് പറയുമ്പോൾ കുഞ്ഞ് വിറയ്ക്കുകയാണ്, അമ്മ എൻ്റെ തല ഓപ്പറേഷൻ ചെയ്യല്ലേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്തായാലും ഡോക്ടറുടെ അടുത്ത് നിന്നിറങ്ങി പിറ്റേന്ന് ഞാൻ തന്നെ കാർ ഓടിച്ച് ഞാൻ ഈ കൃപാസനത്തിൽ വന്നു. ഇതിൻ്റെ പുറത്ത് വന്ന് നിന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, എല്ലാ ഇടങ്ങളും പരീക്ഷിച്ച് നിസ്സഹായ അവസ്ഥയിൽ മാതാവിനെ മാത്രം ദൈവത്തെ ശരണം വെച്ചുകൊണ്ട് ഈ കൃപാസനത്തിൽ വന്ന ആ ദിവസം, അതിനു മുമ്പ് ഒരിക്കലും വന്ന പോലെ അല്ല ഞാനിവിടെ വന്ന് വിശ്വാസത്തിൽ ഉറച്ച് എനിക്കാരുമില്ല ഈ ഉലകത്തിൽ, നമുക്ക് ദൈവം മാത്രമേ ഉള്ളൂ, പരിശുദ്ധ അമ്മയും ദൈവമേ ഉള്ളൂ, മനുഷ്യരാൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് മനസ്സിലായി.